എനിക്ക് ടി വി ഒന്നും കാണാൻ പാടില്ല. നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴായിരിക്കും ഇവരെൻ്റെ കാലിൽ നല്ല തുടയിലൊക്കെ നല്ല പിച്ച് നിൽക്കുന്നത്. ഒരച്ഛനും ഇങ്ങനെ ഒരു ഗതികേട് ഇനി ഒരിക്കലും ഉണ്ടാവരുത്. ഹായ്, നമ്മളിന്ന് പറയുന്നത് മക്കളുടെ കസ്റ്റഡി സത്യത്തിൽ ആർക്കാണ് കൊടുക്കേണ്ടത്. അത് പറയാനൊരു കാര്യം, ഇപ്പം ഇത് പറയാനുള്ളൊരു കാര്യം, ഞാൻ സത്യത്തിൽ ഇങ്ങനൊരു കണ്ടന്റ് എടുക്കേണ്ടെന്നൊരു കാര്യമില്ല, ഞാൻ എടുക്കത്തുമില്ല. പക്ഷെ ഇത് പറയാൻ എനിക്കൊരു യോഗ്യതയുണ്ട് കേട്ടോ, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. അത് ഞാൻ ഈ വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ആ ഒരു യോഗ്യത എന്താണെന്ന്, എനിക്കിത് പറയാനുള്ളൊരു അർഹതയുണ്ടോന്ന്. യോഗ്യതയല്ല, അർഹതയുണ്ടോന്ന്. ഇപ്പം നമ്മൾ കണ്ടേയല്ലേ, കുമളിയിലുള്ള ഒരു രഞ്ജീഷ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ എന്നെക്കാളും ഇളയതാണ്, എന്നെക്കാളും 1 വയസ്സിന് ഇളയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്വന്തം മോനെ ജീവനേക്കാൾ വളരെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ആ മകനെ പോയെന്ന് കരുതിയിട്ട് ആ ഒരച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. സത്യത്തിൽ ഇങ്ങനെ ജീവന തുല്യം മക്കളെ സ്നേഹിക്കുന്ന അച്ഛനെ കിട്ടുന്നത് വളരെ ഭാഗ്യമാണ് കേട്ടോ. അങ്ങനെ അച്ഛനില്ലാതെ വളരുന്ന മക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനുള്ളൊരു അർഹത, ഇത് പറയാനൊരു അർഹത എനിക്കുണ്ടെന്ന്. അത് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല, ഞാൻ അച്ഛൻ്റെ കൂടെ നിന്ന് വളർന്നിട്ടില്ല. സത്യത്തിൽ ഈ കോടതി മക്കളുടെ കസ്റ്റഡിയാണ് നമ്മൾ പറയുന്നത്. കോടതി നോക്കുമ്പം അച്ഛൻ്റെ കൂടെ വിടണോ അമ്മയുടെ കൂടെ വിടണോ എന്ന് നോക്കും. എന്നിട്ട് കൂടുതലും അമ്മമാർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നേ വരെ ഒരമ്മയും മക്കളെ കിട്ടിയില്ല എന്നും കരുതിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കിട്ടിയില്ല എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു അച്ഛൻ കഴിഞ്ഞ ഇടയ്ക്ക്, കുറേ നാളൊന്നും ആയില്ല, ഒരു 2 മാസത്തിനകത്തായി കാണും, ഒരച്ഛൻ ഇതുപോലെ അമ്മയ്ക്ക് കോടതി കസ്റ്റഡിയിൽ കൊടുത്തെന്നും പറഞ്ഞ് 2 കുഞ്ഞുങ്ങളെ ഐസ്ക്രീമിനകത്ത് വിഷം കൊടുത്തിട്ട് അച്ഛനോട് ആത്മഹത്യ ചെയ്തത് സംഭവം. അത് അത്ര നാളൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. ഇനി സത്യം പറഞ്ഞാൽ മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും ഈ ഒരു ഗതി വരരുത്. കാരണം അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളരുന്ന ഒരുപാട് മക്കൾ ഉണ്ടായിട്ടുണ്ടാവും. അവർക്ക് ഇതൊന്നും, എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരുപാട്, ഞാൻ 2-3 പ്രാവശ്യം ഈ വാർത്ത കണ്ട്, ഇത് പറയുമ്പോഴെല്ലാം എനിക്കതുപോലെ സങ്കടം വരും. ഇനി അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടാവരുത്. സത്യത്തിൽ ഈ മക്കളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് തുല്യമായിട്ടാണ് കൊടുക്കേണ്ടത് കോടതി. അച്ഛനും അമ്മയും ഉണ്ടായാലേ മക്കൾ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ ഒരാൾ മാത്രം വിചാരിച്ചാൽ കുട്ടികൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പം അതിൻ്റെ പൂർണ്ണ അവകാശവും എല്ലാ 2 പേർ കൂടാണ് വീതിച്ചു കൊടുക്കുന്നത്. ഇപ്പം 1 മാസം അമ്മയുടെ കൂടെ നിർത്തുവാണെങ്കിൽ 1 മാസം അച്ഛൻ്റെ കൂടെ നിർത്തണം. എന്നിട്ട് പ്രധാനമായിട്ടും കോടതി നിരീക്ഷിക്കേണ്ടതൊരു കാര്യമുണ്ട്, ഈ മക്കൾ നിൽക്കുന്നൊരു സാഹചര്യം, അത് കോടതി നിരീക്ഷിക്കണം. കാരണം 1 മാസം അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ ഇങ്ങോട്ടും അമ്മയുടെ അടുത്തോട്ട് 1 മാസം വിടുമ്പോൾ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യണം. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരക്കിയിട്ട് മാത്രം അമ്മയുടെ കൂടെ വിടണം. അവിടുന്ന് വരുമ്പോഴും ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഈ 2 കൂട്ടർക്കും കുട്ടികളെ അതുപോലെ സംരക്ഷിക്കാനുള്ള ഒരു ബോധം ഉണ്ടാവും, ഉത്തരവാദിത്വം ഉണ്ടാവും. ആ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഈ കുഞ്ഞിൻ്റെ അടുത്ത് അതുപോലെ പെരുമാറത്തുള്ളൂ. നമ്മൾ പ്രധാനമായിട്ടും കുട്ടികളുടെ കസ്റ്റഡി കൊടുക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കൊടുക്കുന്നു, പക്ഷേ അവരുടെ കൂടെ ആ വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടെ നിരീക്ഷിക്കണം. ഇപ്പം അമ്മയുടെ കൂടെ വിടുകയാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ ഇപ്പം 2ാമത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ആളുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ചിലപ്പം ഈ അമ്മയുടെ അച്ഛനോ അങ്ങനെയുള്ള വേറെ ആൾക്കാർ, ആങ്ങളെയോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവരുടെയൊക്കെ സ്വഭാവം ആർക്കും ഗണിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ വിടുകയാണെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിക്കണം. പിന്നെ അച്ഛൻ്റെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും ഈ കുഞ്ഞിനെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചൂഷണം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോയെന്നും നമ്മൾ വിലയിരുത്തണം അല്ലേ, അത് നിരീക്ഷിക്കണം. അത് സത്യത്തിൽ അതാണ് വേണ്ടുന്നത്. കുട്ടികളുടെ സുരക്ഷിതത്വമാണ് ഉറപ്പാക്കേണ്ടുന്നത്. കസ്റ്റഡി ഒരാൾക്കെങ്കിലും കൊടുത്ത് ഒഴിയല്ല വേണ്ടുന്നത്, കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അപ്പം 2 പേർക്കും തുല്യമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന സമയത്തുള്ള ചെലവുകളും, ഈ സത്യത്തിൽ ഈ അമ്മമാർ കൂടുതലും കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്തെന്നറിയോ, അവർക്ക് ചെലവിന് കൊടുക്കും. അച്ഛൻ ചെലവിന് കൊടുക്കും, ചെലവ് കാശ് മേടിക്കണം. ചെലവിന് കൊടുക്കുമ്പം അപ്പം കുട്ടികളെ നോക്കാം. അതേസമയം ഈ ചെലവിന് കൊടുക്കുന്ന പരിപാടി കൂടെ അങ്ങ് നിർത്തണം. ഞാൻ പറയട്ടെ, അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ കുട്ടികളെ നോക്കണം. അച്ഛൻ്റെ സർവ്വ ചെലവുകളും ആ കുട്ടിയുടെ അച്ഛൻ നോക്കണം. അതുപോലെ 1 മാസം അടുത്ത മാസം അമ്മയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ ഫുൾ ചെലവ് അമ്മയും നോക്കണം. 2 പേരും ജോലിക്ക് പോട്ടെ ഇല്ലേ, അതല്ലേ വേണ്ടുന്നത്. അല്ലാതെ ഈ ചെലവിന് കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം.
അന്നേരം അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ബാർഗെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരിക്കലും കുട്ടികൾ സുരക്ഷിതരല്ല ഒരിടത്തും. അത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അത് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റഡി കൊടുക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷിതത്വമാണ് ഉറപ്പാക്കേണ്ടുന്നത്. അച്ഛൻ്റെ കൂടെ വിട്ടാലും അമ്മയുടെ കൂടെ തുല്യമായിട്ട് വിടണം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 1 മാസം അച്ഛൻ്റെ കൂടെ 1 മാസം അമ്മയുടെ കൂടെ വിടുമ്പോൾ കുട്ടികളുടെ സ്കൂൾ പഠനം അത് ഏറ്റവും പ്രധാനമാണ്. അപ്പം ആ സ്കൂളിൻ്റെ അടുത്ത് ഈ 2 പേരും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അച്ഛൻ താമസിക്കുകയാണെങ്കിൽ അത് തന്നെ അധികം ദൂരം ഉണ്ടാവരുത്. അതിനൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറുള്ള ഒരു കുട്ടികളെ കൂടെ നിർത്തിയാൽ മതി. അതല്ലേ അതിൻ്റെ ശരി. അല്ലാതെ ഒരാൾ ഒന്നും നോക്കാതെ ഇപ്പം ഈ ഒരു 8 വർഷം ആ അച്ഛൻ ആ കുഞ്ഞിനെ നോക്കി വളർത്തി, ജീവനായിട്ട് വളർത്തി. അപ്പം എന്നിട്ട് ആ കുഞ്ഞിനെ വന്ന് അതിൻ്റെ അമ്മ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേന് നിയമമെല്ലാം വളച്ചൊടിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യം കൊടുത്തങ്ങ് വിട്ട്. എന്നാൽ ആ കുട്ടി ഇത്രയും നാളും ജീവിച്ചത് അച്ഛൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ അതിനെ പൊന്നുപോലെ നോക്കിയെന്നുള്ള എല്ലാം കോടതി വിലയിരുത്തിയില്ലേ. അപ്പം അത് വെച്ചെങ്കിലും ഒരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ. നമ്മൾ ഈ വന്ന കാലത്ത് പിന്നെ ഒരു അവിഹിതം തെളിയിക്കാനാണെങ്കിൽ പോലും സാഹചര്യ തെളിവുകൾ നോക്കുന്നുണ്ട്, ഉണ്ടോ? എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു അച്ഛൻ്റെ ഇത്രയും വളർത്തി ഇത്രയും ഈ കുഞ്ഞു പ്രായത്തിൽ, അതായത് കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ വളർത്തുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഇതിനകത്തിരിക്കുന്ന അമ്മമാർക്ക് കൂടുതൽ അറിയാൻ പറ്റും. എൻ്റെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. എൻ്റെ കുഞ്ഞിനെയൊക്കെ സത്യത്തിൽ ഒരു ബാത്റൂമിൽ പോകേണ്ടുന്ന അവസ്ഥയെ പോലെ എൻ്റെ കയ്യിലെടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ടുപോയിട്ടുള്ളൊരു അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ ഈ കുഞ്ഞു പരുവത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതൊക്കെ ആ ഒരു സമയത്ത് ഈ അച്ഛൻ ഫേസ് ചെയ്ത്, അച്ഛൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയും എല്ലാം ഫേസ് ചെയ്ത് ബുദ്ധിമുട്ടി വളർത്തി ഇതെല്ലാം ആക്കിയിട്ട് ഈ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ മനുഷ്യൻ്റെ ലോകമേ ആ കുഞ്ഞാണ്. അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു അച്ഛനാണത്. എനിക്ക് അതാണ് ഇത്രത്തോളം വിഷമം വന്നത് കേട്ടോ. അപ്പം ഞാൻ പറയാനുള്ളൊരു കാര്യം, ഞാൻ അങ്ങനെ അച്ഛനില്ലാതെ വളർന്ന ഒരാളാണ്. എൻ്റെ അമ്മയും അച്ഛനും കൂടെ സെപ്പറേറ്റഡ് ആയിരുന്നു. എൻ്റെ അമ്മ കുറച്ച് വർഷം വിവാഹം കഴിക്കാതിരുന്നു. എനിക്ക് 9 വയസ്സായപ്പോൾ വിവാഹം കഴിച്ചു. 2ാമത് വിവാഹം കഴിച്ചു. ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ചെന്നപ്പം ആ 2ാമത് കല്യാണം കഴിച്ച അച്ഛന് എനിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ അവിടെ 2 സ്ത്രീകളുണ്ടായിരുന്നു. സത്യത്തിൽ രാക്ഷസിമാരായിരുന്നു. ഒന്ന് ഉറങ്ങാൻ പറ്റില്ല, ഒരു സെറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഫ്രിഡ്ജ് തുറക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയോ, അതിനകത്ത് ഒരു സ്ത്രീ എന്ന് പറയുന്നൊരു ഇച്ചിരി പ്രായമുള്ളവരാണ്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരാണ്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന വീട്ടിലെ സാഹചര്യം കോടതി വിലയിരുത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം അവിടെ ആരൊക്കെയുണ്ട്, അവരുടെ സ്വഭാവ രീതികൾ എങ്ങനെയൊക്കെയാണ്. ഇവര് കട്ടിലിൽ കിടക്കും, ഞാൻ തറയിൽ ബെഡിലാണ് കിടക്കുന്നത്. ഇവരൊരു 9 മണിക്ക് മുമ്പ് ഞാൻ ആ റൂമിനകത്ത് കയറിയില്ലെങ്കിൽ ഇവരെന്നെ ആ റൂമിൽ കയറ്റില്ല. ഒരു കസേര ഇട്ട് ആ റൂമിന്റെ വാതിലിൽ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കും, കയറാൻ പറ്റത്തില്ല. കാരണം അതിന് മുമ്പ് ഞാൻ കയറി കിടന്നിരിക്കണം. എനിക്ക് TV ഒന്നും കാണാൻ പാടില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവർ രാത്രി വന്ന് കിടന്ന്, ഇവർ കട്ടിലിൽ കിടക്കുന്നു, താഴെ ഞാൻ ബെഡിൽ കിടക്കുന്നു. ഇവര് കിടന്ന് രാത്രി ആ ഒരു 12 മണി 1 മണി സമയത്തൊക്കെ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴായിരിക്കും ഇവരെൻ്റെ കാലിൽ നല്ല തുടയിലൊക്കെ നല്ല പിച്ച് വിതരുന്നത്, നല്ലതുപോലെ നോവിക്കും എന്നെ. ആ ഉറക്കത്തിൽ കിടന്ന് എത്രയോ ദിവസം ഞാൻ കരഞ്ഞിട്ടുണ്ടെന്നറിയോ. എൻ്റെ അമ്മയുടെ സത്യത്തിൽ അമ്മ അറിഞ്ഞിട്ടില്ല. ചിലപ്പം അമ്മ വന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 9 മണി സമയത്ത് പോലും ഞാൻ ഇതുപോലെ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാതെ ആ ബെഡിൽ ഇങ്ങനെ കിടക്കും. ഇവരിങ്ങനെ ക്രോസിനിരിക്കുകയാണ്. അമ്മ ചിലപ്പോൾ എന്നെ പിടിച്ചിറക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മ പിന്നെ പല ദിവസങ്ങളിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ വന്നിട്ട് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയുടെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇവരെന്നെ ഉപദ്രവിക്കുമായിരുന്നു. ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. രാത്രിയിൽ ഇങ്ങനെ ഞെരട് ഉപദ്രവിക്കും. നമ്മളത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ആ ഒരു പ്രായത്തിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട്, എൻ്റെ അച്ഛൻ എനിക്കില്ലാതായത് കൊണ്ട്. അതേസമയം എൻ്റെ അമ്മ പറയുന്ന കേൾക്കാം, എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് ചോദിച്ച പോലും ഇല്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ എനിക്കും കൂടെ എൻ്റെ കസ്റ്റഡി തരണമെന്ന് എൻ്റെ അച്ഛൻ ചോദിച്ചിട്ട പോലും ഇല്ല. അങ്ങനെ ഒരു അച്ഛൻ്റെ മകളാണ് ഞാൻ. മനസ്സിലായോ? അപ്പം ആ ഒരു അച്ഛനില്ലാത്തതിൻ്റെയോ അച്ഛൻ്റെ സ്നേഹം കിട്ടാത്തതിൻ്റെയോ വിഷമമൊക്കെ എനിക്ക് നല്ലതുപോലും ഉണ്ട്. അപ്പം ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അച്ഛനില്ലാതെ വളരുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം. അവർക്കൊന്നും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ആ ഒരു മനുഷ്യൻ ഇതൊക്കെ ഒരുപാട് പേരൊന്നും ഇങ്ങനൊന്നും കാണത്തില്ല മക്കളെ ഇത്ര പേരെ സ്നേഹിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് സാഹചര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ എന്നെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതൊന്നും അന്നത്തെ കാലത്തായതുകൊണ്ട് ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. എൻ്റെ അമ്മയ്ക്കൊരു കാര്യമുണ്ട് കേട്ടോ, നല്ലൊരു കറി വെക്കുകയാണെങ്കിൽ, വീട്ടിൽ നല്ലൊരു ഭക്ഷണം വെക്കുകയാണെങ്കിൽ എനിക്ക് തരാതെ ഇറങ്ങത്തില്ല. പക്ഷെ അമ്മയുടെ സാഹചര്യം വളരെ മോശമായിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നാണ് വളർന്നിട്ടുള്ളത്. ഇത്രത്തോളം എന്നുവെച്ചാൽ അന്ന് അമ്മയെ 2ാമത് കല്യാണം കഴിച്ച അച്ഛൻ്റെ കയ്യിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസം. പക്ഷെ ഈ ഒരു 2 സ്ത്രീകൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഒരുപാട്. അതൊന്നും നമുക്ക് ആ ഒരു പ്രായത്തിൽ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് സമയത്താണ്, 5, 6, 7 അവരെന്നെ ഉപദ്രവിച്ചേക്കുന്നത്.
ഇന്നും അവരൊക്കെ ഉണ്ട്, പക്ഷെ ആ വീട്ടിലൊന്നും ഇല്ല, അന്നേ അവരൊക്കെ പോയി. പക്ഷെ നമ്മൾ ഈ പറയുന്നത് ഈ അനുഭവിച്ച് വന്നിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. മക്കൾ നിൽക്കുന്ന സാഹചര്യം കോടതിയെന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെയാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എനിക്കത് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പം മക്കളുടെ കസ്റ്റഡി കൊടുക്കുന്ന കോടതി ഈ മക്കൾ അവിടെ സേഫ് ആണോ എന്നൊന്ന് വിലയിരുത്തുക, അതൊന്ന് നിരീക്ഷിക്കുക, അത് ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഈ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് അവരെല്ലാം കൂടെ അവരുടെ മാനസികാവസ്ഥയെ വളരെ വലിയ രീതിയിലത് ദോഷം ചെയ്യും. അച്ഛൻ്റെ കൂടെ വിട്ടാലും അമ്മയുടെ വിട്ടാലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരാൾക്ക് കൊടുത്തു വിടരുത്. രണ്ടുപേരും നോക്കണം, രണ്ടുപേരും അതിന് ബാധ്യസ്ഥരാണ്. അച്ഛനും നോക്കണം, അമ്മയും നോക്കണം. എനിക്ക് ഏറ്റവും സങ്കടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ടില്ല, നോക്കാൻ തയ്യാറാണെന്നൊന്നും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടില്ല. അതുപോലെ എൻ്റെ അച്ഛൻ ഞാൻ +2 പഠിക്കുമ്പോൾ മരിച്ചുപോയി, അറ്റാക്കായിരുന്നു. എന്നെ മരണം അറിയിച്ചിട്ടില്ല. സത്യത്തിൽ എന്നെ ഒന്ന് കൊണ്ടുചെല്ലണമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അതുപോലെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ കാണാൻ വന്നതായിട്ട്. ഒരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു സ്കൂളിൽ, 3ലോ 4ലോ പഠിക്കുമ്പോഴാണ്. എൻ്റെ അമ്മയൊന്നും നാട്ടിലില്ല. അപ്പം എൻ്റെ അമ്മ പക്ഷെ എന്നെ വിലക്കില്ല. അച്ഛൻ കാണാൻ വന്നു, കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കൊണ്ടുപോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു മിഠായി പോലും കൊണ്ടുവന്നില്ല കേട്ടോ. കാണാൻ വന്നപ്പം ഒരു മിഠായി പോലും കൊണ്ടുവന്നില്ല. പക്ഷെ എൻ്റെ അടുത്ത് അന്നേരം പറഞ്ഞെന്തോ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് അങ്ങ് വന്നാലേ തരുത്തോളന്ന്, ഒരു മിഠായി പോലും തരുത്തോളന്ന് തന്നില്ല. കാണാൻ വരുമ്പോൾ കൊണ്ടുവന്നില്ല. ഗൾഫിൽ നിന്ന് വരുവാണ് അച്ഛൻ, മനസ്സിലായോ? അപ്പം അമ്മ എന്നോട് പറഞ്ഞു, പൊക്കോ, നിന്നെ വന്ന് വിളിച്ചല്ലേ, പൊക്കോ, പോയിട്ട് വാ എന്നാ പറഞ്ഞത്, അല്ലാതെ എന്നെ വിലക്കിയില്ല. പക്ഷേ ഓട്ടോയ്ക്കകത്ത് കയറി, അന്നൊരു ഓട്ടോയ്ക്കകത്ത് എനിക്കറിയാം ഒരു 2 വളവ് കഴിഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് നിലവിളിച്ച്. കാരണം ഇത്രയും നാളും ഒരു 8 വയസ്സ് വരെയൊക്കെ പരിചയമില്ലാത്ത ഒരാൾ, കണ്ടിട്ട് പോലും ഇല്ല, വന്ന് വിളിക്കുമ്പം നമുക്കറിയാമല്ലോ. ഞാൻ പേടിച്ച് പറഞ്ഞ് എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ ഞാൻ നിലവിളിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ പോയിരുന്നു. ഞാൻ പോയില്ല. എന്നെ പക്ഷെ അതാരും വിലക്കിയതല്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഈ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആവുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പലർക്കും ഉണ്ടാവാം, ഓരോ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊന്നും ആരും പുറത്തറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ഇനിയുള്ളൊരു സാഹചര്യങ്ങളിൽ ഇത് പറ്റില്ല. കാരണം മക്കളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. പക്ഷേ അത് ആ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം കോടതി നിരീക്ഷിക്കുകയും വേണം. അതൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളിലൂടെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. അപ്പം അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ട് കസ്റ്റഡി കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചെലവിന്, കുഞ്ഞുങ്ങൾക്ക് ഈ ചെലവിന് കൊടുക്കുന്ന പരിപാടി ആരുടെ കൂടെ നിൽക്കുന്നോ അവർ തന്നെ നോക്കണം. ആരുടെ കൂടെ നിൽക്കുന്ന അവർ തന്നെ നോക്കണം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിലുള്ള ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടതാണ്, ഒരു ന്യൂസിൽ കണ്ടതാണ്, അമ്മയ്ക്ക് കസ്റ്റഡി കൊടുത്തത് കൊണ്ട് തന്നെ അച്ഛൻ 2 മക്കൾക്ക് ഐസ്ക്രീമിനകത്ത് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതല്ലേ? 2 പേർ കൂടെ തുല്യമായിട്ട് കൊടുത്താൽ പ്രശ്നമില്ലല്ലോ. 1 മാസം അച്ഛൻ്റെ കൂടെ നിൽക്കട്ടെ, 1 മാസം അമ്മയുടെ കൂടെ നിൽക്കട്ടെ. ആ കുഞ്ഞുങ്ങൾ ഹാപ്പിയാവും. ആ കുഞ്ഞുങ്ങൾക്കും ചോദിക്കാനും പറയാനും ആളുണ്ട്, ഇല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നതോറും ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാത്തൊരവസ്ഥയിൽ വളരാൻ എൻ്റെ സത്യത്തിൽ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ മക്കൾക്ക് അമ്മയില്ലാതെ വന്നാലും അച്ഛനില്ലാതെ വരരുത് എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ഞാൻ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും. പക്ഷെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, പിന്നീട് അപ്പം എൻ്റെ അടുത്തുള്ള എൻ്റെ ഭർത്താവിൻ്റെ തീരുമാനം, അങ്ങനെ പെരുമാറ്റമൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ അമ്മയും ഇല്ലാതാവും, അച്ഛനും ഇല്ലാതാവും. പക്ഷേ ഈ അച്ഛനെന്ന് പറയുന്നൊരു വ്യക്തി ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് അവർക്കിട്ട് ചിലവും കാര്യങ്ങളും എല്ലാം നോക്കി പൊന്നുപോലെ നോക്കുന്ന ഒരു അച്ഛനാണെങ്കിൽ ആ അച്ഛൻ്റെ കൂടെ തന്നെ മക്കളെ ജീവിക്കാൻ വിടുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പിന്നെ അമ്മയുടെയും കൂടെ വിടണം. അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ കസ്റ്റഡി കൊടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. ഈ പറഞ്ഞതുപോലെ ഓരോരോ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞിടയ്ക്ക് ഒരു ലേഡി തന്നെ പീഡിപ്പിച്ച ഒരാൾക്ക് കോടതി എങ്ങാണ്ട് ശിക്ഷ കൊടുത്തില്ല. അപ്പം ലേഡി പറഞ്ഞത് എന്താണ്, എന്നെ പീഡിപ്പിച്ച ഒരാളെ ഞാനാണ് അത് അനുഭവിക്കേണ്ടി വന്നത്. അവർക്ക് എന്താ പറയുക, അവരെ വെറുതെ വിടാൻ കോടതി ആരാന്ന് പറഞ്ഞാൽ അവർ വെടിവെച്ച് കൊന്നു അയാളെ. ഓർമ്മയുണ്ട് ന്യൂസിനകത്തൊക്കെ വന്ന്, അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അത് എന്താണെന്ന്, അല്ലേ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഓരോ കാര്യങ്ങളും കുറച്ചൊക്കെ എന്ന് പറഞ്ഞത് സാഹചര്യം കൂടെ ഒന്ന് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലൊന്ന് പരിഗണിക്കണം. കാരണം പ്രധാനമായിട്ടും മക്കളുടെ കസ്റ്റഡി കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഇനി ഒരു സത്യം പറഞ്ഞാൽ ഒരു അഴിച്ചുപണി വേണം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നിയമം എന്ന് പറയുന്നത്, ഞാനൊരു സ്ത്രീയായിട്ടിരുന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അനുഭവിച്ച് വന്നതിൻ്റെ ഒരു ആഘാതത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ട് മക്കളുടെ കസ്റ്റഡി കൊടുക്കണം. 2 പേരും കുഞ്ഞുങ്ങളെ നോക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 1 മാസം അച്ഛൻ്റെ കൂടെ 1 മാസം അമ്മയുടെ
അമ്മയുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ അവിടെ ഒരു സ്കൂൾ ഉണ്ടാവും ആ കുഞ്ഞ് പഠിക്കുന്നത്, അതിനുള്ളൊരു സൗകര്യത്തോടെ ഇരിക്കുന്നവർക്ക് മാത്രം കസ്റ്റഡി കൊടുക്കണം. ഇപ്പം അതിൻ്റെ സ്കൂൾ വട്ടത്തുനിന്ന് ഒത്തിരി ദൂരെ പോകാൻ പാടില്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നമ്മൾ പരിഗണിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്കൂളിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരായിരിക്കും, അതിനുള്ളൊരു സജ്ജീകരണം ഉണ്ടാകണം. അവരതിന് വേണ്ടിയിട്ട് തയ്യാറാവണം. അങ്ങനെയുള്ളവരുടെ കൂടെ മാത്രമേ കുഞ്ഞുങ്ങളെ കൊടുക്കാവൂ. പിന്നെ അതിൻ്റെ കൂടെ ഈ ചെലവിന് കൊടുക്കുന്ന പരിപാടിയും അങ്ങ് നിർത്തിയേക്കണം. കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം. അത് ആരുടെ കൂടെ നിൽക്കുന്നോ അവരാണ് കുഞ്ഞുങ്ങളെ നോക്കേണ്ടുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നത് വെച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലും സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്നത്. ഇത് സത്യമല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഈ പറഞ്ഞ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചിലവിനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അത് ആ ഒരു കാര്യവും ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾ ആര് നോക്കുന്നു അവർ വേണം കുഞ്ഞുങ്ങളുടെ ചെലവിന് നോക്കാൻ. അല്ലാതെ അമ്മയുടെ കൂടെ നിന്നിട്ട് അച്ഛൻ ചെലവിന് കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയാൽ ഈ നടക്കുന്ന പ്രശ്നങ്ങളിൽ പകുതി അങ്ങ് തീരും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവിന് ബാർഗെയിൻ ചെയ്യുന്നത് അമ്മമാരാണ് അത് കൂടുതലും. അത് അച്ഛൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ നോക്കണം, അമ്മയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അമ്മ നോക്കണം എന്നൊന്നും വന്നാലുണ്ടല്ലോ ഇതിനകത്ത് ഏകദേശമൊക്കെ ഒരു നല്ല തീരുമാനം ഉണ്ടാവും. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും വിചാരിച്ചാലേ മക്കൾ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഒരാൾക്ക് മാത്രം ദിവ്യഗർഭമൊന്നും ഉണ്ടാവുമോ? കുഞ്ഞുങ്ങൾ ദിവ്യമായിട്ടുണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ തുല്യമായിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ 3 മാസം ഒരു കൂടുതൽ അകറ്റി നിർത്തണ്ട. 1 മാസം അച്ഛൻ്റെ കൂടെയും 1 മാസം അമ്മയുടെ കൂടെ. കുഞ്ഞുങ്ങളുടെ ഈ ദേഹം പോലും പരിശോധിക്കണം. എവിടെയെങ്കിലും ഒരു പരിക്കുണ്ടോ, പോറലുണ്ടോ, അവരുടെ മാനസികാവസ്ഥ കൗൺസിലിംഗ് ചെയ്യണം. ഇതെല്ലാം വേണം. അപ്പം ഈ പറയുന്ന 2 കൂട്ടർക്കും ഒരു പേടി ഉണ്ടാവും. അവരുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും അംഗങ്ങളുണ്ടെങ്കിൽ അവർക്കും ആ ഒരു ബോധം ഉണ്ടാവും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കോടതിയാണെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതിന് അഴി എണ്ണേണ്ടി വരും, എന്തെങ്കിലും ഒരു തെറ്റ് അവരോട് ചെയ്താൽ. അതാണ് ഞാൻ പറഞ്ഞ, കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ്, എല്ലാം തിരക്കണം. പുറമെ എല്ലാം കള്ളത്തരങ്ങളാണ് പറയുന്നത് കേട്ടോ. ഉള്ള കാര്യം പറയാല്ലേ. അഭിഭാഷകർ ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന സ്വന്തം കക്ഷിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. ഈ പറഞ്ഞത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇതിനകത്തൊരു വ്യക്തിമാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ അച്ഛനില്ലാതെ ജീവിക്കേണ്ടി വന്ന ഒരാൾ, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ കൂടുതലൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ പറഞ്ഞാൽ എനിക്ക് ഈ സംസാരം ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ തകർന്നു പോകും കേട്ടോ. ഇതൊക്കെ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പോലും ഉള്ളിലൊരു വിങ്ങലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ അതിന് പറ്റില്ല. എന്നാലും ഈ ഒരു കാര്യം ഇത്രയെങ്കിലും ഇവിടെ വന്ന് പറയണം. ഈ മക്കളുടെ കസ്റ്റഡി കൊടുക്കുമ്പം ഇനി തുല്യമായിട്ട് കൊടുക്കുക. അച്ഛൻ്റെ സ്നേഹവും മക്കൾ അറിയണം, അമ്മയുടെ സ്നേഹവും മക്കൾ അറിയണം. കുട്ടികളെ നിരീക്ഷിക്കാൻ വേണം. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി നിരീക്ഷിക്കണം. സത്യം പറഞ്ഞാൽ അച്ഛനും പേടി വേണം, അമ്മയ്ക്കും പേടി വേണം. കുട്ടികളുടെ കാര്യത്തിൽ മൂന്നാമതൊരാളുടെ ശ്രദ്ധയുണ്ടെന്നുള്ളൊരു പേടി വേണം. അപ്പം ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടനല്ല അനിയനെ കാണുമ്പോൾ ഒരുപാട് സങ്കടം വന്നു. ഇത്രയ്ക്കും നല്ലൊരു അച്ഛൻ എന്താ വെച്ചാൽ സ്വന്തം മോനെ ഇത്രയും ജീവനായിട്ട് കരുതുന്ന ഒരു അച്ഛൻ ഇനി ഭൂമിയിലില്ല. ഇങ്ങനെയുള്ള അച്ഛനെയൊക്കെ കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം കേട്ടോ. അത് പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഇനി ഇങ്ങനെയുള്ള ഒരച്ഛനും ഇങ്ങനൊരു ഗതികേട് ഇനി ഒരിക്കലും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു അനുഭവം കൂടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കുക. എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.